ഹായ്, ഇന്ന് നമുക്കൊരു ചക്കലശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചക്കലശ്ശേരി ഉണ്ടാക്കുന്നത് ഞാനല്ല, അമ്മയാണ്. ചക്കയും ചക്കക്കുരു ഇട്ട് ചക്കലശ്ശേരി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ചക്കക്കുരു നമുക്ക് വേവിക്കാൻ വയ്ക്കാൻ സമയം നമുക്ക് നാളികേരം ചിരകിയെടുക്കാം. ചിലർ ചക്കച്ചോള മാത്രം ഇട്ടിട്ട് എലിശ്ശേരി ഉണ്ടാക്കും. അപ്പോൾ അരച്ച് ചേർക്കാനും വറുത്ത് ചേർക്കാനുമുള്ള നാളികേരം ആവശ്യമാണ്. ഇനി നമുക്ക് കുരു വെന്തതിന് ശേഷം നമുക്ക് ചോള അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. നാളികേരം ജീരകവും കൂടിയാണ് അരയ്ക്കുന്നത്. വറുക്കാനുള്ള നാളികേരം കുറച്ച് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഉപ്പും മുളകൊക്കെ പാകമാണോ എന്ന് നോക്കി, അപ്പോൾ അമ്മ നോക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിനുശേഷം ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് നാളികേരം വറുത്തിടാം. കടുക് പൊട്ടിച്ച് അതിലേക്ക് നാളികേരം ഇട്ട് ബ്രൗൺ നിറാകുമ്പോൾ നമ്മുടെ ചക്കേനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലർ പച്ചമുളക് ഇടും, പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, അതൊക്കെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് അടിപൊളി ചക്കലശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പലരും പല രീതിയിലാണ് ഒരു സാധനം തന്നെ ഉണ്ടാക്കുക. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ആ സാധനത്തിന് പല രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേറെ രീതിയിൽ ചക്കലശ്ശേരി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് അതും ട്രൈ ചെയ്യാമല്ലോ. പക്ഷേ ഇങ്ങനെ ഈസി ആയിട്ട് ചക്കലശ്ശേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ ചക്കലശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. സിമ്പിളാണ്. ഒരുപാട് നേരം ഉണ്ടാക്കും, കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ബൗളിലേക്ക് ആക്കി തരുന്നതാണ് അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണല്ലേ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും ഈസി ആയിട്ടൊരു ചക്കലശ്ശേരി. അപ്പോൾ ഞാൻ ചോറും ചക്കലശ്ശേരിയും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചക്കലശ്ശേരി. ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ.